നിങ്ങൾ റമദാന് ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണോ? ഫാസ്റ്റിംഗ് അതേപോലെ ഫിറ്റ്നസ്സും നമ്മുടെ ഹെൽത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. നമ്പർ 1, അവോയ്ഡ് ഡീഹൈഡ്രേഷൻ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സിപ്പായിട്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് കുക്കുംബർ, വാട്ടർമെലൻ പോലുള്ളത്. നമ്പർ 2, കാർഡിയോ വർക്കൗട്ടുകൾ കുറച്ചുകൊണ്ട് സ്ട്രെങ്ത് വർക്കൗട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ ഹെവി വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസം ഒരിക്കലും ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യേണ്ട മാസമല്ല, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു മാസമാണ്. നമ്പർ 3, ഫോക്കസ് ഓൺ ന്യൂട്രീഷ്യസ് ഫുഡ്. നോമ്പുകാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആളുകൾ കൂടുതലായിട്ട് ഓയിലി ഫുഡ്സ് കഴിക്കും. ഇത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ, അതുപോലെ തന്നെ ലോ കാർബ്സ് അടങ്ങിയ ഫുഡുകൾ, ഇതൊക്കെ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമ്പർ 4, പ്രോപ്പർ റെസ്റ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാസ്റ്റിങ്ങിന് ശേഷം വർക്കൗട്ട് ഒരു 1 hour സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് രാത്രി മൊബൈലൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് സ്ട്രോങ്. ഓൾ ദി ബെസ്റ്റ്.